ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതോടൊപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ചെറിയൊരു ദുഃഖ വാർത്ത കൂടിയാണ്. തൻ്റെ മകൾ കാത്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് വേഗം മരണ വീട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഒരു മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു ജാഷിർ. തൻ്റെ മകൾ സ്കൂൾ വിട്ട് തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. മകളെയും കൂട്ടി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് മാത്രമേ ആ ഉപ്പാക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഉപ്പ അവിടെ നിന്ന് ചടങ്ങുകളെല്ലാം തീരുന്നതിന് മുമ്പ് തന്നെ മകളുടെ അടുത്തെത്തി, വെള്ളുമാട് കുന്ന് പഠിക്കുന്ന തൻ്റെ മകളുടെ അടുത്തെത്തി മകളെ കൂട്ടി അവരൊരു ഷോർട്ട് കട്ടിന് കയറി പുറക്കാട്ടൂർ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തി സ്കൂട്ടർ 10 അടി താഴ്ചയിലേക്ക് മറിയുകയാണ് ചെയ്തത്. അത് വേറൊരാളുടെ പുരയിടത്തിന് മുകളിലാണ് വീഴുന്നത്. അവർ ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ 2 ചോരയിൽ കുടിച്ച ശരീരങ്ങളാണ് അവർ കാണുന്നത്. അപ്പം തന്നെ അവർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പക്ഷേ അവർക്ക് ആ ജീവൻ തിരിച്ചെടുക്കാൻ പറ്റിയില്ല. തൻ്റെ പേരക്കുട്ടിയെ കാണാനുള്ളൊരു ആവേശം കൂടിയായിരുന്നു ആ ഒരു മനുഷ്യന്. അതുപോലെ തന്നെയാണ് തൻ്റെ ഭർത്താവ് മരിച്ചു എന്നറിയാതെ ആ ഉമ്മ അവിടെ ഉപ്പ മരിച്ചു എന്നറിഞ്ഞിട്ടുണ്ട്, ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞു, പക്ഷേ മകൾ മരിച്ചതായിട്ട് അറിയിച്ചിട്ടില്ല. ആ അമ്മയുടെ ഒരു മാനസിക അവസ്ഥ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ കണ്ണീരാണത്. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ യാത്ര പറഞ്ഞു പോകുന്നു, തിരിച്ചെത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഒരുപാട് വിഷമമാണ് തോന്നിയത്. കോഴിക്കോടാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. കോഴിക്കോട് പുറക്കാട്ടിൽ ആണ് ഇവരുടെ വീടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തൻ്റെ മകളെയും കൂട്ടിയാണ് താൻ മരണത്തിലേക്ക് പോകുന്നത് എന്ന് ഒരിക്കലും ആ വാപ്പ ചിന്തിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മകളെ കാണണം, ഗൾഫിലായിരുന്നു മൂപ്പര്. വന്നതിന് ശേഷം മകളെ കാണണം, വീട്ടിലെത്തണം എന്നുള്ള ആ ഒരു ആവേശത്തിൻ്റെ പുറത്തുള്ള വരവായിരുന്നു. പക്ഷേ അവിടെ എപ്പോഴും സ്ഥിരമായിട്ട് അപകടം നടക്കുന്നൊരു സ്ഥലമാണ്. ആ വീടിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് എപ്പോഴും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനേ നേരമുള്ളൂ, ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ എനിക്ക് ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ വിഷമമാണ് തോന്നുന്നത്. ഇങ്ങനൊരു ഗതി ആർക്കും വരാതെ റോഡുകളൊക്കെ എത്രയും പെട്ടെന്ന് നന്നാക്കി നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ഓരോ ആളുകളും ഓരോ ഭാഗം ഏറ്റെടുത്ത് അത് വൃത്തിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇങ്ങനൊരു അപകടം സംഭവിക്കില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇവർ ജയിപ്പിച്ചൊക്കെ വിടുന്നത്? ഇവർക്ക് ഇവരുടെ കാശ്, ഇവരുടെ വീട് നന്നാക്കാനും അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും അല്ലാതെ നമ്മൾ ഒരിക്കലും ഇവരൊന്നും ജയിപ്പിച്ച് വിട്ടിട്ട് കാര്യമില്ല. എടുക്കുന്ന പണി വൃത്തിയിലും വെടുപ്പിലും എടുത്ത് ആ റോഡ് സുരക്ഷിതമാക്കുകയാണെങ്കിൽ ഇങ്ങനൊരു അപകടം സംഭവിക്കുകയില്ല. ടാറ്റ, ബൈ ബൈ.